ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകങ്ങള് 18-ാമത്തെ അധ്യായത്തിലെ 13, 14, 15 3 ശ്ലോകങ്ങളാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുതാനിതം തം സജീവം സാദ്വൈതം സവധൂതം പരിജന സഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപദാ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാം ശിവം. हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमस्ते. श्रीमती देवदास रामाचार्य नमो विश्वपादाय कृष्णप्रेष्ठाय बोध श्रीमते भक्ति वेदांत स्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणी. ശ്ലോകം നമ്പർ 13. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്ത പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്ത പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്ത പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്ത പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹോ, ഹേ മഹാബാഹോ, സർവകർമ്മണാം സർവകർമ്മങ്ങളുടെയും, സിദ്ധയെ സിദ്ധിക്ക്, സാഖ്യേ സാഖ്യമായതിൽ അതായത് വേദാന്തത്തിൽ, കൃതാന്തേ സിദ്ധാന്തത്തിൽ, പ്രോക്താനി പറയപ്പെട്ടു, ഏതാനി പഞ്ചകാരണാനി ഏതാനി പഞ്ചകാരണാനി ഈ 5 കാരണങ്ങളെ, മേ നിബോധ എന്റെ വാക്കിൽ നിന്ന് ബോധിച്ചാലും. അതിന്റെ അർത്ഥം വിവർത്തനം. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം, എന്നിൽ നിന്ന് പഠിക്കൂ. ഓക്കെ, ആരെങ്കിലും ശ്ലോകം ചൊല്ലുന്നവരുണ്ടോ? പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ കർമ്മ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ കർമ്മ സർവണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ
സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. ഇനി രണ്ട് ശ്ലോകം നമ്പർ 14, 18ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ ശ്ലോകം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം തഥാ കർത്ത കാരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം സ്ഥാനം അല്ലെങ്കിൽ ശരീരം, തഥാ അപ്രകാരം, കർത്ത കർത്താവും, പൃഥക് വിധം പല വിധത്തിലുള്ള, കരണം ച ഉപകരണങ്ങളും, വിവിധ വിവിധങ്ങളായ, പൃഥക് ചേഷ്ട പൃഥക് ചേഷ്ട പ്രത്യേക ചേഷ്ടകളും, പിന്നെ സന്ധി സന്ധി ഉണ്ട്, അത്ര ഇതിൽ ഇപ്പോൾ പറഞ്ഞത് കൂടാതെ, പഞ്ചമം ച അഞ്ചാമതായിട്ടുള്ളത്, ദൈവം ദൈവമാകുന്നു. എന്റെ വിവർത്തനം: അധിഷ്ഠാനം അല്ലെങ്കിൽ ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കാരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. അതിന്റെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അധിഷ്ഠാനം എന്നാൽ ശരീരം, ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവ് എന്ന് പറയപ്പെടുന്നു. കർത്താവ് എന്നാൽ ചെയ്യുന്നവൻ, അറിയുന്നവനും പ്രവർത്തിക്കുന്നവനും ആത്മാവേണെന്ന ശ്രുതിയിൽ പറയുന്നു. ഏഷാ കൃതിഷ്ഠ സൃഷ്ട എന്ന് പ്രശ്നോപനിഷത്ത് 4.9, ജ്ഞാത ഏവ 2:3-18, കർത്തശാസ്ത്രാർത്ഥവത്വാത് 2:3-31 വേദാന്ത സൂത്രം. കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ കർമ്മത്തിനും പിന്നിൽ വ്യത്യസ്തങ്ങളായ ഓരോ ഉദ്യമമാണുള്ളത്. പക്ഷേ ജീവാത്മാവിന്റെ സകല പ്രവൃത്തികളും തന്റെ സുഹൃത്തായി ഹൃദയത്തിൽ കൊടികൊള്ളുന്ന പരമാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളവ തന്നെ. അത്യന്തികമായ കാരണം സർവേശ്വരനത്രേ. ഈ നിലയിൽ ഹൃദയസ്ഥനായ പരമാത്മാവിന്റെ കൽപ്പനയനുസരിച്ച് കൃഷ്ണാബോധ പ്രവർത്തനം നടത്തുവാൻ സ്വാഭാവികമായും കൃഷ്ണാബോധ പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായും കർമ്മബന്ധരല്ല. സമ്പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവർ ആത്യന്തികമായി സ്വകർമ്മങ്ങൾക്ക് ഉത്തരവാദികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പരമമായ ഇച്ഛയെ പരമാത്മാവിന്റെ കൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചിരിക്കും. അടുത്തത് 15ാമത്തെ. ശരീരവാക്മനോർബിര്യത് കർമ്മ പ്രാരഭ്യതേ നമ. ന്യായം വാ വിപരീതം വാ പശ്ചൈതേതസ്യ ഹേതവാ. ശരീരവാക്മനോർബിര്യത് കർമ്മ പ്രാരഭതേ നമ. ന്യായം വാ വിപരീതം വാ പശ്ചൈതേതസ്യ ഹേതവാ. ശരീരവാക്മനോർബിര്യത് കർമ്മ പ്രാരഭതേ നര. ന്യായം വാ വിപരീതം വാ പശ്ചൈതേതസ്യ ഹേതവാ. ശരീരവാക്മനോബിർ, ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട്, നര മനുഷ്യൻ, ന്യായം വാ ശരിയായതോ, വിപരീതം വാ തെറ്റായതോ, യത് കർമ്മ യാതൊരു കർമ്മത്തെ, പ്രാരഭതേ
ആരംഭിക്കുന്നു. തസ്യ അതിന് ഏതേ പഞ്ച ഈ 5 എണ്ണമാണ് ഏതവ ഹേതുക്കൾ അല്ലെങ്കിൽ കാരണങ്ങൾ. ഈ 13ാമത്തെ അധ്യായത്തിലെ വിവർത്തനം, മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം, എന്നിൽ നിന്ന് പഠിക്കൂ. ഭാവാർത്ഥം GSC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ചെയ്യാം. ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടെന്നിരിക്കെ കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നതിന് എങ്ങനെ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്ന വേദാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജ്ഞാനത്തിന്റെ തണ്ടാണ് സാഖ്യം. വേദാന്ത ജ്ഞാനത്തിന്റെ അടിത്തണ്ടായി ആചാര്യന്മാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു. ശ്രീ ശങ്കരൻ പോലും വേദാന്ത സൂത്രത്തെ അതേപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് പ്രാമാണികതയെ സ്വീകരിക്കണം. അത്യന്തികമായ നിയന്ത്രണം പരമാത്മാവിൽ നിക്ഷിപ്തമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സർവസ്യ ചാഹം ശ്രുതി സന്നിവിഷ്ട. പൂർവ്വകർമ്മങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും വെവ്വേറെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് പരമാത്മാവത്രേ. അവിടുത്തെ ആജ്ഞപ്രകാരം നിറവേറ്റുന്ന കൃഷ്ണബോധ പ്രവർത്തനങ്ങളാകട്ടെ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നവരാണല്ലേ, ശരിയല്ലേ? നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്? 3 തരത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. മനസ്സ, വാച, കർമ്മണ. ശരിയാണോ? മനസ്സുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളാ ചെയ്യുന്നത്? നമ്മള് മനസ്സുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യും? നമുക്ക് പോസിറ്റീവായിട്ടും ചിന്തിക്കാം, നെഗറ്റീവായിട്ടും ചിന്തിക്കാം, അല്ലെ? 2 തരത്തിൽ ചിന്തിക്കാം. പോസിറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? അന്യന് നല്ലത് വരുത്തണേ, അല്ലെ? അടുത്ത വീട്ടുകാർക്ക് നല്ലത് വരുത്തണേ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, അവർക്കൊക്കെ നല്ലത് വരുത്തണേ, അല്ലെ? നമ്മൾ വൈഷ്ണവരായതുകൊണ്ട് എന്താ വൈഷ്ണവരുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള വൈഷ്ണവരുടെ മനസ്സിലുള്ള കാര്യം? അതായത് പരദുഃഖ ദുഃഖിയാണ് വൈഷ്ണവര്, അല്ലെ? പരദുഃഖ ദുഃഖി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അപരന്റെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് കാണുന്ന അവരെല്ലാവരും വൈഷ്ണവരാണ്. ശരിയല്ലേ? നമുക്ക് വൈഷ്ണവർക്ക് ആരെങ്കിലും നശിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ഇല്ല. വൈഷ്ണവരെന്താ ചെയ്യുന്നത്? വൈഷ്ണവരുടെ ഉള്ളില് ഇവരെല്ലാവരും, ഈ ജീവാത്മാക്കള്, നമ്മളെ ഒരു ജീവാത്മാവാണ്, മറ്റുള്ളവരും ജീവാത്മാക്കളാണ്, ഒരു ഉറുമ്പ് പോലും ജീവാത്മാവാണ്, അല്ലെ? ഒരു കൊതുക്, ഇതെല്ലാം ജീവാത്മാക്കളാണ്. അപ്പോ പരദുഃഖ ദുഃഖി, മറ്റുള്ളവർക്ക് ഏത് തരത്തിലുള്ള ശരീരം ആണെങ്കിൽ കൂടി അവരുടെ എല്ലാം ദുഃഖം ആരുടെ ദുഃഖമായിട്ട് കാണുന്നു? നമ്മള് സ്വയം നമ്മളുടെ ദുഃഖമായിട്ട് കാണുന്നു. അതാണ് നമ്മുടെ പൂർവ്വ ആചാര്യന്മാര് ഭഗവത്ഗീതയില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വൈഷ്ണവ ആചാര്യന്മാര് ഒരു ഉറുമ്പിനെ കണ്ടാൽ പോലും നമസ്കരിക്കും. കാരണം എന്താ? ഒരു ഉറുമ്പിനെയാണ് കാണുന്നതെങ്കിൽ കൂടി മനുഷ്യരല്ല, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണുമ്പോൾ ഇവിടെ വരുമ്പോൾ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആചാര്യന്മാര്, ശ്രേഷ്ഠമായ ആചാര്യന്മാർ എന്താ ചെയ്യുക? അവര് ഒരു ഉറുമ്പിനെ കണ്ടാലും നമസ്കരിക്കും. കാരണം എന്താണ്? ആ ഉറുമ്പിന്റെ ഉള്ളിലും പരമാത്മാ രൂപത്തില് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ആചാര്യന്മാര് ആ ഉറുമ്പിനെ കാണുമ്പോൾ നമസ്കരിക്കുന്നത്. ശരിയല്ലേ? നമ്മളൊക്കെ നമസ്കരിക്കാറുണ്ടോ ഉറുമ്പിനെ കാണുമ്പോ? ഒരു കൊതുക് പറഞ്ഞിരുന്ന നമ്മൾ എന്ത് ചെയ്യും? അതിനടിച്ചു ഓടിക്കും, അല്ലെങ്കിൽ അതിനടിച്ചു കൊല്ലും, അല്ലെങ്കിൽ ബാറ്റ് മേടിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ഫാൻ ഇട്ട് അവരെ അവിടെ നിന്ന് ഓടിക്കും, അല്ലെ? നമ്മളെല്ലാം നമ്മൾ ആ ഒരു ശ്രേഷ്ഠ രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും നെഗറ്റീവായിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുക? മനസ്സാവാച കർമ്മണത്തിൽ മനസ്സുകൊണ്ട് നമ്മൾ എന്താ ചിന്തിക്കുക? മറ്റുള്ളവർക്ക് ദൂഷ്യം വരണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നശിച്ചു പോട്ടെ, അവൻ ഇന്നലെ തെറി പറഞ്ഞു, അവൻ എന്തെങ്കിലും ഇതുപോലെ ചീത്തയായിട്ട് വരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് മനസ്സുകൊണ്ടുള്ള കർമ്മം. അപ്പൊ പാപകർമ്മമുണ്ട്, പുണ്യകർമ്മമുണ്ട് എല്ലാത്തിലും. മനസ്സുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ഭക്തി ലെവല് ഉയർന്നുകൊണ്ടിരിക്കും. നമ്മൾ ചീത്ത ചിന്തകളും ചീത്ത വിചാരങ്ങളുമാണ് ചിന്തിക്കുന്നെങ്കിലോ, നമ്മളിപ്പോ ഒരാള് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള അയൽവാസികളുമായിട്ട് അതിർത്തി തർക്കമോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? മനസ്സുകൊണ്ട് എന്നാൽ അവൻ എന്നെ തെറി പറഞ്ഞല്ലോ, അവന് ഭഗവാൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണേ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കില്ലേ? നമ്മൾ പ്രാർത്ഥിക്കില്ലായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ?
അപ്പൊ വൈഷ്ണവരാരും തന്നെ മറ്റുള്ളവർക്ക് ദൂഷ്യമുണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയില്ല. വൈഷ്ണവരെല്ലാവരും പരദുഃഖ ദുഃഖികളാണ്. മറ്റുള്ളവരുടെ ദുഃഖം നമ്മളുടെ ദുഃഖമായി കണ്ട് നമ്മൾ അതിനെ സന്തോഷിക്കുക ചെയ്യുക, അല്ലെ? അയാൾക്ക് ദൂഷ്യമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല, നമ്മൾ അവരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കും നമ്മളുടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും. നമ്മൾ അവരെ നാമം ജപിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും, ഭഗവത്ഗീത പ്രോത്സാഹിപ്പിക്കും, സത്സംഗത്തിലേക്ക് വരും, പിന്നെ കിട്ടുന്ന നമ്മൾക്ക് പ്രസാദം കിട്ടുമ്പോൾ നമ്മൾക്ക് അതുകൊണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? നമ്മൾ അതൊക്കെയല്ലേ ചെയ്യാം. പക്ഷെ ദേഷ്യമുള്ളവരെന്താ ചെയ്യാം? അവർക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ അമ്പലത്തിൽ വഴിപാട് പോലും കഴിക്കും. ശരിയല്ലേ? അല്ലേ? പക്ഷെ വൈഷ്ണവരാരും അങ്ങനെ ആരും ഒന്നും ചെയ്യുന്നവരല്ല. അതാണ് ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടെന്നിരിക്കെ കൃഷ്ണാബോധ പ്രവർത്തനായ ഒരാൾക്ക് അത് അനുഭവപ്പെടുന്നതിന് എങ്ങനെയെന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ കർമ്മങ്ങളല്ല. അപ്പൊ മനസ്സുകൊണ്ടുള്ള കർമ്മം നമ്മൾ പറഞ്ഞു. വാചകം കൊണ്ട് എന്താണ് കർമ്മം ചെയ്യുന്നത്? വാചകം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, പല പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇതുകൊണ്ടാണ് വാചകം കൊണ്ടുള്ള കർമ്മം. ഇപ്പൊ നമ്മള് വഴക്കുണ്ടാക്കുക, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാക്കിയാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും, അല്ലെ? ശരിയല്ലേ? ഇപ്പൊ ജോലി സ്ഥലത്തായാലും വീട്ടിലെ അയൽവക്കത്തായാലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായാലും അനിയന്മാർ തമ്മിലാണെങ്കിലും വഴക്കിടുമ്പോൾ അവരാ പർട്ടിക്കുലർ വഴക്കിനെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സമയത്തുള്ള ഈഗോയിസിൽ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. പക്ഷെ ആരെങ്കിലും ഒരാൾ മിണ്ടാതിരുന്നാൽ അവിടെ വഴക്കുണ്ടാവുമോ? അപ്പൊ വൈഷ്ണവരെല്ലാരും വഴക്കുണ്ടാക്കുന്നതിന് പിന്നോട്ട് നിന്ന് അവർ കഴിയുന്നത് ഒഴിവായി പോവുക ചെയ്യുക. പക്ഷെ സാധാരണ ആൾക്കാർ അങ്ങനെയാണോ ചെയ്യുക? ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യും, അല്ലെ? ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയാ? രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ഒച്ചയ്ക്ക് എളുപ്പമുള്ളൂ എന്നുള്ളൊരു പഴഞ്ചൊല്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വൈഷ്ണവർ എന്താ ചെയ്യുക? വൈഷ്ണവർ നമ്മള് ഒതുങ്ങി അല്ലെങ്കിൽ വഴി മാറി പോകും. അവൻ പൊയ്ക്കോട്ടെ, എന്നിട്ട് അവന്റെ ഇഷ്ടത്തിന് അവൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോകില്ല. ശരിയല്ലേ? അപ്പൊ ഇത് ഓർക്കുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞ, അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോ ചീത്തവനും ഒറ്റ വഴിയുള്ളൂ. ചീത്തവനും നല്ലവനും ആണെങ്കിലോ രണ്ട് വഴിയുണ്ട്. നല്ലവനും ആണെങ്കിലോ 3 വഴിയുണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു പാലം, ഈ ഒരു പാലത്തിനകത്ത് അപ്പുറത്തുനിന്ന് ഒരു ചീത്ത അവൻ വരുന്നു, ചീത്ത സ്വഭാവമുള്ള ആൾ വരുന്നു, ഇപ്പുറത്ത് ഒരു ചീത്ത സ്വഭാവമുള്ള ആൾ വരുന്നു. എന്ത് സംഭവിക്കും അവിടെ? രണ്ടുപേരും ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള ചിന്തയിൽ അവിടെ നിന്ന് അവൻ ഇങ്ങോട്ടും കിടക്കും, ഇവിടെ നിന്ന് ഇവൻ ഇങ്ങോട്ടും കിടക്കും. രണ്ടുപേരും പാലത്തിന് നടുക്കത്തും കൂട്ടിയിടിക്കും, രണ്ടുപേരും താഴെ വീഴും. ഒറ്റ വഴിയുള്ളൂ, ചീത്തവനും. ശരിയാണോ? ഞാൻ പോയാൽ മതി എന്നുള്ള അഹങ്കാരം ഇവന്, അപ്പുറത്തുള്ളവനും ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള അഹങ്കാരം അവന്. രണ്ടുപേരും ഈഗോയിസം ക്ലാഷ് ആവുന്ന എവിടെ വെച്ചിട്ടാണ്? ഈ പാലത്തിന്റെ നടുക്ക്. ഒറ്റ വരി പാലമാണ്, ഒരു മരത്തിന്റെ ഒരു തെങ്ങിന്റെ ഒരു ഇതിട്ടിരിക്കുന്നത്. രണ്ടുപേരും ഒന്ന് കൂട്ടിയിടിക്കും, താഴെ വീഴും. അപ്പൊ ചീത്തവനും എത്ര വഴിയാ? ഒറ്റ വഴി. നീ നല്ലവനും ചീത്തവനും ആണെങ്കിലോ അപ്പുറത്ത് ഒരു നല്ലവൻ വരുന്നു, ഇപ്പുറത്ത് ഒരു ചീത്തവൻ വരുന്നു. അപ്പൊ അവിടെ അങ്ങനെയുള്ളവർക്ക് എന്താ വഴി സംഭവിക്കുക? 2 വഴി, അല്ലെ? ചീത്തവൻ വിചാരിക്കുന്നത് എന്താ? ഞാൻ പോയിട്ട് നീയെ പോയാൽ മതി എന്നുള്ള ചിന്തയിൽ അവൻ പാലത്തിലേക്ക് കയറുന്നു. അപ്പുറത്തുള്ള നല്ലവൻ എന്ത് വിചാരിക്കും? അവൻ പോയിക്കോട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവനങ്ങ് മാറും. ശരിയാണോ? അപ്പൊ നടുക്കൊരു വഴി ഫ്രീ. അപ്പൊ എങ്ങനെ അവിടെ 2 വഴിയായില്ലേ? ഈ നല്ലവനും ആണെങ്കിലും 3 വഴി, മറ്റവർക്ക് 2 വഴിയുള്ളൂ. നല്ലവൻ മാറി കൊടുക്കുന്നു, ചീത്തവൻ ആ വഴി കൂടി പോകുന്നു, 2 വഴിയുള്ളൂ. മറ്റേ ചീത്തവനാണെങ്കിൽ ഒറ്റ വഴി. ഇനി നല്ലവനും ആണെങ്കിലോ അവിടെ 3 വഴിയുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് മാർഗങ്ങളുണ്ട്. എന്താണ്? ഇപ്പുറത്തുള്ള നല്ലവൻ എന്ത് വിചാരിക്കും? അവൻ പോയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് വിചാരിച്ച് ഇവനങ്ങ് മാറിക്കൊടുക്കും, ഈ വൈഷ്ണവൻ ഇങ്ങോട്ട് മാറിക്കൊടുക്കും. അപ്പുറത്തുള്ള വൈഷ്ണവനാണ്, അവൻ നല്ലവനാണ്, അവനെന്ത് ചെയ്യും? അപ്പുറത്തെ ആള് പോയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് വിചാരിച്ച് അവനും അങ്ങോട്ട് മാറും. അപ്പൊ നടുക്കൊരു വഴി ഫ്രീ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ട് 3 വഴികളുണ്ട്, നല്ലവർക്കും, അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും നല്ലവനാവാൻ ശ്രമിക്കുക. നല്ലവനായാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലതേ വരുള്ളൂ. ശരിയല്ലേ? ഇവിടെ 3 വഴിയാണ്. ഏത് വഴി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെ? അപ്പൊ അവരവരുടെ നമ്മുടെ മനസ്സിലാക്കിയ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ അറിവനുസരിച്ചിട്ട് നമുക്ക് നല്ലവനും ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ മുമ്പിൽ തെളിഞ്ഞു വരും. ശരിയല്ലേ? അപ്പൊ അതുപോലെ അതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക, വൈഷ്ണവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, ഭഗവാന്റെ ഭക്തനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരിയാണോ? അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് 3 വഴി എപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ടാവും.
അപ്പൊ 3 വഴി നമ്മൾ തിരഞ്ഞെടുക്കണോ അതോ ഒറ്റ വഴി തിരഞ്ഞെടുക്കണോ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. അപ്പൊ മനസ വാച, ഇനി കർമ്മമാണ് ഞാനിപ്പോ പറഞ്ഞത്. മനസ വാച കർമ്മം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാലത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ, അതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴുള്ള കാര്യം വാചകം കൊണ്ടുള്ള കർമ്മം അല്ലെ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മഹാഭാസ്വയ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവ്വകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെ പറ്റി പറയാം. അപ്പൊ നമ്മൾ 5 കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത പഠിക്കാം. ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടെന്നിരിക്കെ കൃഷ്ണബോധ നിഷ്ഠനായ ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്ന് വേദാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജ്ഞാനത്തിന്റെ തണ്ടാണ് സാഖ്യം. വേദാന്തത്തിന്റെ അടിസ്ഥാനമായ ആചാര്യന്മാർ എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യൻ പോലും വേദാന്ത സൂത്രത്തെ അതിപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാമാണികതയെ സ്വീകരിക്കണം. ഇപ്പൊ എന്താ ഇവിടെ ഒരു പദം പറഞ്ഞിട്ടുണ്ട്, പ്രാമാണികത. എന്താണ് ഈ പ്രാമാണികത? എന്താണ് പ്രാമാണികത? പ്രാമാണികത എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എനിക്കൊരു വീടുണ്ട്, എന്റെ വീട് ഇതാണ് തെളിയിക്കാനുള്ള പ്രമാണം എന്താ? ആധാരം. ഇപ്പൊ ഇത് ഡോക്ടർ പ്രസാദ് പ്രഭുവിന് ഒരു കാറുണ്ട്, ഈ കാർ അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള പ്രമാണം എന്താണ്? RC ബുക്ക് അല്ലെ. അപ്പൊ ഏതൊരു കാര്യത്തിനും പ്രമാണം സഹിതം വേണം നമ്മൾ മനസ്സിലാക്കാൻ. വേണോ വേണ്ടയോ? അല്ലാതെ അപ്പുറത്ത് പറഞ്ഞ ജ്യോതിഷം പറഞ്ഞ കേട്ടത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അപ്പുറത്തെ ആത്തിരമ്മ കേട്ടത് അത് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഫലം കിട്ടുമോ? അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു തരാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അറിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ? അതിനൊന്നും ആധികാരികതയില്ല, അല്ലെങ്കിൽ പ്രാമാണികതയില്ല. എന്താണ് പ്രമാണം? ഇപ്പൊ ആധ്യാത്മിക വിഷയങ്ങളുടെ പ്രമാണം എന്താണ്? ഏതൊക്കെയാണ്? ഭഗവത്ഗീത പ്രമാണമാണോ? അല്ലേ? പ്രമാണമല്ലേ? കാരണം എന്താ? ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ. ഭഗവൻ സാക്ഷാൽ ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം. അത് ഏതൊരു ധർമ്മമാണെങ്കിലും അത് ഭഗവാൻ പറഞ്ഞതാണെങ്കിൽ അതിന് പ്രാമാണികതയുണ്ട്, അല്ലെങ്കിൽ പ്രമാണമായിട്ട് എടുക്കാം. ശരിയല്ലേ? ഭഗവത്ഗീത പ്രമാണമാണ്. പിന്നെ ഏതാ പ്രമാണം? ഭാഗവതം പ്രമാണമാണോ? കാരണം എന്താ? 18 പുരാണങ്ങൾ പ്രമാണമാണോ? കാരണം എന്താ? പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്ന വ്യാസമുനിയാണ് അല്ലെ. ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസമുനിയാണ് ഭഗവത്. 108 ഉപനിഷത്തുകൾ പ്രമാണമല്ലേ? അപ്പോ ആധ്യാത്മിക വിഷയങ്ങളുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീത, ഭാഗവതം, 18 പുരാണങ്ങള്, 108 ഉപനിഷത്തുകൾ, ഇതെല്ലാമാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ അവര് പറഞ്ഞു കേട്ടതും ഇവര് പറഞ്ഞു കേട്ടതും തിരുമേനി പറഞ്ഞത്, ജ്യോതിഷം പറഞ്ഞത്, ഇവര് പറയുന്നതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ തിരിച്ചു ചോദിക്കണം, ഇതെവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഭഗവത്ഗീതയിലുണ്ടോ? ഭാഗവതത്തിലുണ്ടോ? 18 പുരാണങ്ങളിലുണ്ടോ? 108 ഉപനിഷത്തുകളിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ നമ്പറിൽ മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ റെഫർ ചെയ്യുക. റെഫർ ചെയ്ത് നമ്മളെ പുരാണങ്ങളില് എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ കളയണോ? വേണ്ട. കാരണം എന്താണ്? അത് പ്രമാണമാണ്, അത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുക, അത് നമ്മൾ അനുഷ്ഠിക്കുക, ആവർത്തിക്കുക. ശരിയല്ലേ? അല്ലാതെ പ്രമാണം ഇല്ലാത്തതൊന്നും നമ്മൾ എടുത്ത് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്. ഇല്ലേ? ജപിക്കുന്നില്ലേ? ആരൊക്കെ പുതിയ ആൾക്കാരെങ്കിലും ഉണ്ടോ? മന്ത്രം ജപിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കൈവെക്കൂ. എല്ലാവരും ജപിക്കുന്നതാണോ? വെരി ഗുഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ജപിക്കുന്നത്? ഇതെവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതായിട്ട് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. എവിടെയെന്ന് അറിയാമോ? 10ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകം. എന്താണ് അതിനകത്ത് പറയുന്നത്? യജ്ഞങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ജപയജ്ഞം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എണ്ണി ജപിക്കുന്നത്. യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം. നമ്മൾ എണ്ണാതെ വെറുതെ ജപിക്കുകയാണെങ്കിൽ നാമജപമായിട്ട് വരും. നമ്മുടെ ഉള്ളിലൊരു പ്രതിജ്ഞ ഉണ്ട് അല്ലെ. ദീക്ഷ എടുത്തവർക്ക് 16 മാല, അല്ലാത്ത ഓരോരോ ലെവലുകൾക്ക് ഓരോരോ ഇത്ര മാല എന്നുള്ള മനസ്സിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ മനസ്സിലെടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ 16 മാല ജപിക്കുന്നവര്
മാലയിലെ എണ്ണി ജപിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാ ഈ എണ്ണി ജപിക്കണേ? എന്തിനാ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് ചുമ്മാ ജപിച്ചാ പോരെ? എന്തിനാ എണ്ണുന്നേ? ഇത് ആരെ കാണിക്കാനാ എണ്ണുന്നേ? ആരെ സാക്ഷ്യപ്പെടുത്താനാ എണ്ണുന്നേ? ചോദിക്കില്ലേ? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്താ മറുപടി കൊടുക്കുക? അതായത് ഭഗവത്ഗീതയില് ഭഗവാൻ 10ാമത്തെ അധ്യായത്തില് 25ാമത്തെ ശ്ലോകത്തില് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം. അതുകൊണ്ട് ഞാൻ ജപയജ്ഞമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എണ്ണുന്നു. ഒരെണ്ണം കുറഞ്ഞു പോയാൽ യജ്ഞം മുറിയോ ഇല്ലയോ? 108 എണ്ണം ജപിക്കണം. 108 എണ്ണത്തില് 107 ആയുള്ളൂ. യജ്ഞമാവും അവിടെ. എന്തിനാണ് ഈ പൂജ? ഓരോരോ സ്ഥലത്ത് പൂജകൾ ചെയ്യുമ്പോ ഇത് പൂജാരി എഴുതി തരില്ലേ? ഇത്ര ചമത, ഇത്ര മറ്റേത്, ഇത്ര ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ എഴുതി തരില്ലേ? എന്തിനാണ് എഴുതി തരുന്നത്? കാരണം ആ എഴുതി തരുന്ന അത്രയും നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെയ്താലേ ആ യജ്ഞം അവിടെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ശരിയാണോ? ഇപ്പൊ നെയ്യ് ഇങ്ങനെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഓരോ മന്ത്രം ചൊല്ലിയിട്ട് നെയ്യിലുള്ള ഒരു അവരൊക്കെ അവരുടെ ഓരോന്നിനും ഓരോരോ കണക്കും ഒരു നമ്പറുകളും ഉണ്ട്, എണ്ണമുണ്ട്. ആ എണ്ണം അനുസരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മൾ അറിയില്ലെങ്കിലും പൂജാരിമാർക്ക് അതിന്റെ എണ്ണം അറിയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ആ ശാസ്ത്രവിധി അല്ലെങ്കിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാത്ത ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ നാമം ജപിക്കുന്നു. എന്താണ് ഹരേ? ഇതിപ്പോ നമുക്ക് എത്ര യുഗമുണ്ട്? 5 4 യുഗം അല്ലെ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയും, കലിയുഗം. ഓരോ യുഗത്തിനും ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രാമത്തെ ശ്ലോകം എന്നറിയാമോ? 12ാം കാൻഡോയില് 3ാമത്തെ അധ്യായത്തില് 51, 52 ശ്ലോകങ്ങളാണ് അത് പറയുന്നത്. ഹൃദയദ്വൈതേ വിഷ്ണു ത്രേതായമേജതോമകേഹേ ദ്വാപരേ പരിചര്യായം കലോത്തത് ഹരികീർത്തന. ഈ സംഭവം എന്തുകൊണ്ട് വ്യാസമുനി കലോത്തത് ഹരികീർത്തന, കലിയുഗത്തില് ഹരിനാമജപമാണ് പറഞ്ഞിരിക്കുന്ന യുഗധർമ്മം. അല്ലെങ്കിൽ വ്യാസദേവിന് കലോത്ത ദേവി കീർത്തനം എന്ന് എഴുതായിരുന്നു, എഴുതിയോ? ഇല്ല. അല്ലെങ്കിൽ കലോത്ത അയ്യപ്പ കീർത്തനം എന്ന് എഴുതിയായിരുന്നു, എഴുതിയോ? ഇല്ല. കലോത്ത ശിവകീർത്തനം എന്ന് എഴുതാമായിരുന്നു വ്യാസദേവൻ, എഴുതിയോ? ഇല്ല. എന്താ എഴുതിയിരിക്കുന്നത്? കലോത്ത ഹരികീർത്തനാഥ്. ഹരി എന്ന് പറഞ്ഞ ആരാ? ഹരിക്കുന്നവൻ, പാപത്തെ ഹരിക്കുന്നവൻ. ആരാണത്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെല്ലാവരും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവരനുഷ്ഠിക്കുന്നുള്ളൂ. മനസ്സിലായോ? നിങ്ങളെ? അപ്പോ നമ്മളെ ഇവിടെ പറയുന്നതനുസരിച്ചാണ് പ്രാമാണികതയെ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. അപ്പൊ ഈ പ്രമാണങ്ങളെ മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാത്തതിനെല്ലാം നമ്മൾ ഇതിലേക്ക് കളയുക. പിന്നെ ആരെങ്കിലും ഒരാൾ ശ്ലോകം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് പോയിട്ട് റെഫർ ചെയ്യണം. ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം റെഫർ ചെയ്യണം. വേണ്ടേ? റെഫർ ചെയ്തതിന് ശേഷം മാത്രം ആ ഗ്രന്ഥത്തില് അത് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് അനുഷ്ഠിക്കുക. ഓക്കെ? ഹരേ കൃഷ്ണ. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നോത്തരി പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടെന്നിരിക്കെ, കർമ്മങ്ങൾക്ക് എല്ലാത്തിനും പ്രതികരണം ഉണ്ടല്ലേ? പുണ്യകർമ്മങ്ങളും പാപകർമ്മം, നമ്മൾ ഏത് തരം കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും അതിന് പുണ്യവും പാപവും ഉണ്ട്. ശരിയാണോ? അല്ലെ? നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം കിട്ടും നമുക്ക്. ചീത്ത കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാപവും കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടെന്നിരിക്കെ കൃഷ്ണാവോധിഷ്ഠനായ ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതെങ്ങനെയാണത്? കൃഷ്ണാബോധ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് കർമ്മങ്ങൾ ഏൽക്കുന്നില്ല? ഇവിടെ പ്രശ്നോത്തരിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്ന് വേദാന്ത സൂത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്നു. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 കാരണങ്ങള്? അടുത്ത ശ്ലോകത്തിലാ പറയുന്നത്. അധിഷ്ഠാനം, ശരീരം. 5 കാരണത്തിൽ ഒന്നാമത്തെയാണ് ശരീരം. തഥ അപ്രകാരം. കർത്താകർത്തവ്യം, അതായത് അധിഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആളാണ്. ഓക്കെ, കർമ്മം ചെയ്യുന്ന ആൾ. കാരണങ്ങൾ ഇന്ദ്രിയങ്ങൾ, അതായത് നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിങ്ങനെയാണ് ഈ കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. മനസ്സിലായല്ലോ? 5 ഘടകം. ഈ 5 ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. നമ്മൾ എന്തു തരം കർമ്മം ചെയ്താലും ഈ 5 ഘടകങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ കർമ്മത്തിന്റെ പുറകില് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ. പിന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവാൻ കൃഷ്ണാബോധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തന്മാർക്ക് കർമ്മങ്ങൾ നമ്മൾക്ക് ഏൽക്കുന്നില്ല. കാരണം എന്താണ്?
കർമ്മം 3 തരത്തിലാണ് കർമ്മങ്ങളുള്ളത്. കർമ്മം, വികർമ്മം, അകർമ്മം. കേട്ടിട്ടുണ്ടോ? കർമ്മം, വികർമ്മം, അകർമ്മം. എന്താണ് കർമ്മം? കർമ്മം നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന് പുണ്യവും പാപവും ഉണ്ട്. ഓക്കെ. എന്താണ് വികർമ്മം? വികർമ്മം വികർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിധിയില് പറയാത്ത കർമ്മങ്ങൾ, അതായത് ശാസ്ത്രങ്ങളിൽ പറയപ്പെടാത്ത, അതായത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് വികർമ്മം. എന്താണ് അകർമ്മം? അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അകർമ്മം? അതായത് അകർമ്മം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കർമ്മത്തില് ഫലമായാലും അതിന്റെ ദൂഷ്യമായാലും പുണ്യമായാലും പാപമായാലും നമ്മളിൽ ഏൽക്കുന്നില്ല. ആ ഒരു കർമ്മം, അതാണ് നമ്മള് പല അവനൊരു നിർഗുണനാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആക്ച്വലി നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നതിന്റെ അപ്പുറമാണത്. നിർഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഏൽക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിർഗുണാവസ്ഥയില്. അപ്പൊ അദ്ദേഹം വളരെ നല്ല ഒരു ഭക്തനാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ഏതൊരു കർമ്മമായിക്കോട്ടെ, ചീത്ത കർമ്മമായാലും നല്ല കർമ്മമായാലും അദ്ദേഹത്തിൽ ഏൽക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ആരാണ്? കൃഷ്ണബോധ സേവകൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ ഭക്തൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാന്റെ ഭക്തനായ ആൾക്കാര് അവരെല്ലാരും അകർമ്മ സ്റ്റേജിലാണ്. അകർമ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പാപവും പുണ്യവും നമ്മളിൽ ഏൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ പോവോ ഭഗവാന്? ചിന്ത വരുമല്ലേ നമുക്കൊക്കെ? ഉണ്ടോ? നമ്മൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മൾ ദാനം കൊടുക്കുന്നു, പ്രസാദം കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അവിടെ ഇത് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ ഫുഡ് ഫോർ ലൈഫിന് പൈസ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും, അയ്യോ ഭഗവാനെ ഞാനപ്പോ അകർമ്മ സ്റ്റേജിലാണോ? എന്റെ പുണ്യങ്ങളെല്ലാം പോകും, എനിക്ക് പുണ്യങ്ങളൊന്നും ഇല്ലേ ഭഗവാനെ? ചിന്തയുണ്ടോ ആർക്കെങ്കിലും ഉള്ളില്? ഉണ്ടോ? കാരണം നമ്മളെല്ലാവരും അകർമ്മ സ്റ്റേജിൽ എത്താൻ ശ്രമിക്കുക. അകർമ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്ന പുണ്യമായാലും പാപകർമ്മമായാലും നമ്മളിൽ ഏശുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കാര്യങ്ങൾ മുഴുവൻ ഭഗവാനാണ് പിന്നെ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളും നമ്മളെ ഈ 5 കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന കർമ്മങ്ങളെല്ലാം ആരാ തീരുമാനിക്കുന്നത്? ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ പാത അല്ലെങ്കിൽ നമ്മുടെ രാസ്ത, നമ്മളെ റോഡ് കറക്റ്റായി നമ്മൾ പുതിയ പുതിയ റോഡ് വെട്ടി പോകേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാരും നമ്മളിപ്പോ ഇവിടുന്ന് ബോംബെക്ക് പോകണം. ബോംബെക്ക് പോകണമെങ്കിൽ നമ്മൾ ബോംബെ വരെയുള്ള റോഡ് പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ എന്താ ചെയ്യേണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ പോയി ബോംബെക്കുള്ള ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയിരിക്കുക. ട്രെയിൻ വരുമ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഇരുന്നാൽ മതി. പിന്നെ ആരവിടെ എത്തിക്കും? ഡ്രൈവർ നമ്മളവിടെ എത്തിച്ചോളും. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങേണ്ട കാര്യമുള്ളൂ. അവിടെയും ബോംബെയിൽ ലാസ്റ്റ് സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ പോർട്ടർ എന്ന് പറയാം, ഇറങ്ങിക്കോ ബോംബെ 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 ആയി എന്ന് പറയില്ലേ? അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങുക. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ട്രെയിൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആരാ? ഭഗവാനാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ നമ്മളാ ട്രാക്കിലോട്ട്, നമ്മൾ നാമം ജപിക്കുന്നവരെല്ലാവരും ആ ട്രാക്കിലോട്ട് കയറിയിരിക്കുന്നവരാണ്. ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ആരാ ടിക്കറ്റ് തന്നത് നമുക്ക്? എനിക്ക് ടിക്കറ്റ് തന്നത് ആരാന്നറിയോ? എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് റിഫൈനറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ടിക്കറ്റ്, ഇന്നലെ സ്ഥലത്ത് പോയി ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച ആള് നന്ദകുമാറാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ടിക്കറ്റ് തന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ശരിയാണോ? ആര് വഴിയാണ് ടിക്കറ്റ് കിട്ടിയത് എന്ന് ഓർത്ത്, ആ വ്യക്തിയെന്ന് ഓർത്ത് നിങ്ങൾ എല്ലാവരും. അദ്ദേഹത്തെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്, അല്ലെ? ആരെങ്കിലും ഏതെങ്കിലും വഴി, ഏതെങ്കിലും ഒരു ഗുരുവിന്റെ ശിഷ്യൻ വഴിയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇന്ന സ്ഥലത്ത് പോയാൽ അന്നം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, അന്നദാനം നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല, ഇന്ന സ്ഥലത്ത് ഊട്ടവരുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ നമുക്ക് ഒരാളുണ്ടായിരുന്നില്ലേ? ശരിയല്ലേ? എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോൾ നന്ദകുമാറിനോട് ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വഴികാട്ടിയായിട്ട് എന്നെ ഈ ഗോപാൽ പ്രഭുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ വിടുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ മതി, കറക്റ്റ് ആയിട്ട് അദ്ദേഹം നിങ്ങളെ ഗൈഡ് ചെയ്യും. അതുപോലെ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും ഒരാള് ഗൈഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ശരിയാണോ? ഇത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? പറയൂ. നല്ലതല്ലേ? നമ്മൾ എവിടെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ബോംബെക്ക് പോകാനല്ലേ? ബോംബെ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? നമ്മളിപ്പോ പറഞ്ഞ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞാണ്. നമ്മുടെ ഗോലോക വൈകുണ്ഠം, അല്ലെ? ഗോലോക വൈകുണ്ഠത്ത് ആരാ ഇരിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു അറിവ് നമ്മൾക്ക് പറഞ്ഞു തന്ന വ്യക്തി നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ ചീത്തയ്ക്ക് വേണ്ടിയിട്ടാണോ പറഞ്ഞു തന്നെ, അല്ലെ? അപ്പൊ ആ വ്യക്തിയെ നമ്മൾ എല്ലാ ദിവസവും സ്മരിക്കുക. ഭഗവാനെ സ്മരിക്കുന്ന കൂട്ടത്തില് ആ വ്യക്തിയെ സ്മരിക്കുക, നമ്മളെ ഗുരുവിനെ സ്മരിക്കുക. വേണോ വേണ്ടയോ? ഹരേ കൃഷ്ണ. അപ്പോ നമ്മളെല്ലാരും ഏത് സ്റ്റേജിൽ നിൽക്കണം?
അകർമ്മ സ്റ്റേജിൽ, മറന്നുപോകരുത്, അകർമ്മ സ്റ്റേജിൽ. അപ്പൊ നല്ലവര് വൈഷ്ണവരെല്ലാവരും കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നവനും അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നവനുമായിരിക്കണം നമ്മളെല്ലാവരും. അതാണ് അകർമ്മ സ്റ്റേജിൽ നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോ നിർഗുണാവസ്ഥ എന്ന് പറയുന്നത് അവരൊരു നിർഗുണനാണ്. അല്ലെങ്കിൽ നിർഗുൺ മാധവ് പ്രഭു എന്ന് നമ്മുടെ ഒരു പേരുണ്ട് അല്ലെ, നമ്മുടെ ഇവിടെ ഒരു മാധവ് പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിർഗുണാവസ്ഥ. നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയുന്ന നിർഗുണനല്ല അവിടെ. അദ്ദേഹം ആ നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗുണവും, അതായത് പുണ്യവും പാപവും ഏൽക്കാത്ത ഒരവസ്ഥ, അതാണ് നിർഗുണാവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം, വേണ്ടേ? അപ്പോഴാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചീത്തത് നല്ലത് എന്ത് ചെയ്താലും നമ്മൾക്ക് ആ ഒരു കർമ്മഫലം ഏൽക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ 5 തരത്തില് കർത്താവ്, അതായത് നമ്മുടെ ശരീരം, അല്ലെ? ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്ക് ശരീരം ആവശ്യമാണ്, അല്ലെ? നമ്മളിപ്പോ താഴെ കുറെ സേവകളൊക്കെ ഉണ്ട്, രാവിലെ ഫുഡ് ഫോർ ലൈഫിന് പോകാനുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, അതുപോലെ തന്നെ കത്തിയെടുത്ത് മുറിക്കാൻ, അല്ലെ? എല്ലാത്തിനും നമ്മൾക്ക് ശരീരം ആവശ്യമാണ്, അല്ലെ? പിന്നെ ശരീരത്തിന്റെ കൂടെ എന്താ കർമ്മം ചെയ്യുന്ന ഒരു ആത്മാവുണ്ടല്ലേ നമ്മുടെ ശരീരത്തിനകത്ത്, അല്ലെ? അതുപോലെ തന്നെ കാരണങ്ങള്, നമ്മൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. നമ്മളിവിടെ സർവീസ് ചെയ്യാൻ വരുന്നു, അതിന്റെ പുറകിൽ എന്താ കാരണം? ഒരു കാരണമുണ്ട്, അല്ലെ? എന്താണ്? ഇവിടെ വന്ന് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ, അത് സൺഡേ ആണ്, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എല്ലാ ദിവസവും രാവിലെ വരുന്നത്, അല്ലെ? ഇപ്പൊ ഹരീഷ്ണ പ്രഭു ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? അതിന്റെയൊക്കെ പുറയില് ഓരോ ചേതോവികാരമുണ്ട് നമ്മുടെയൊക്കെ തലച്ചോറിനത്. ഭഗവാൻ തരുന്നതാണത്, അല്ലെ? അത് എല്ലാവർക്കും കൊടുക്കുവോ ഭഗവാൻ? ആർക്കാ കൊടുക്കുക? ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്ന ഭഗവാന്റെ ഭക്തന്മാർക്കാണ് ആ ഒരു സേവ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഒരു പിന്നെ കാരണങ്ങൾ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധി കൊടുക്കുന്നത്, അല്ലെ? ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ബുദ്ധിയെ നമ്മൾ വിവേകിച്ച് അറിയുന്നത്. ഇന്ദ്രിയങ്ങള് മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങൾ എന്താ, ഏതൊക്കെയാണ് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ വാസന അനുസരിച്ചും ഭഗവാൻ തരുന്ന ആ ബുദ്ധി അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. അതുപോലെ പരമാത്മാവ്. ഇവിടെ ഇപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് തെറ്റാണ്, അല്ലെ? ശാസ്ത്രവിധി അനുസരിച്ചിട്ട് തെറ്റാണ്. പക്ഷെ ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു കോടതിയില് ന്യായാധിപൻ ഒരാളെ തെറ്റ് കണ്ടെത്തി, അത് അവസാനം അതിന്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ വിധിക്കുമ്പോൾ അവിടെ ആ വിധിക്കപ്പെടുന്ന ആൾക്ക് കൊലക്കാരാണ് വിധിക്കുന്നതെങ്കിൽ ഈ ന്യായാധിപൻ കുറ്റക്കാരനാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ പഞ്ചപാണ്ഡവർ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധ സമയത്ത് അർജുനൻ പറയുകയാണ്, എന്താ പറയുന്ന അർജുനൻ? എന്റെ ബന്ധുമിത്രാദികള്, എന്റെ ഗുരുജനങ്ങള്, അല്ലെങ്കിൽ എന്റെ അമ്മമാര്, എന്റെ പെങ്ങന്മാര്, എന്റെ സഹോദരന്മാര്, ഇവരെല്ലാരും കൊല്ലാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ ചെയ്യില്ല. ആ ഒരു പാപകർമ്മങ്ങൾ ഏൽക്കാൻ ഞാൻ ഇല്ല കൃഷ്ണ, ഞാൻ എന്റെ നാടിഞ്ഞരമുകളൊക്കെ തളർന്നു പോകുന്നു, എന്റെ ഈ ധനുസ് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പൊ അർജുനൻ അവിടെ ആകെ വിഷമനായിട്ട് അവിടെ വിഷമിച്ച് തേരിലിരിക്കുന്ന സമയത്ത് അവിടെ ആരാ കൃഷ്ണൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? അല്ല, അർജുനൻ ഉപദേശിക്കുന്നത് ആരാ? ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഉപദേശം കേട്ടതിന് ശേഷമാണ് ആ അർജുനൻ അമ്പെടുക്കുന്നതും കൗരവന്മാരെ മുഴുവൻ കൊല്ലുന്നത്. അവിടെ അർജുനൻ കുറ്റക്കാരനാണോ? കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീത. അപ്പൊ ഭഗവാൻ പറഞ്ഞത് കൊണ്ടാണ് അവിടെ അർജുനൻ ഈ ആൾക്കാരെ മുഴുവൻ കൊന്നത്. അതുകൊണ്ട് അർജുനൻ തെറ്റുകാരനാണോ? തെറ്റുകാരനല്ലല്ലോ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഓരോ കാരണങ്ങൾ നമ്മളിവിടെ. അതുപോലെ ആ കർത്താവിന്റെ ഈ 5 ഘടകങ്ങളില് ലാസ്റ്റ് ആണ് പരമാത്മാവ്. അപ്പൊ പരമാത്മാ രൂപത്തില് നമ്മളുടെ ശരീരത്തിലും ഓരോ ജീവജാലങ്ങളുടെ ശരീരത്തിലും, ഒരു കൊതുകായാലും ഉറുമ്പായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളില് പരമാത്മ രൂപത്തിൽ ആരുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ, ഭഗവത്ഗീത അദ്ദേഹത്തിന്റെ ഉപദേശമാണ്, അല്ലെ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എവിടെ വരും? ഏത് പൊസിഷനിലാണ് വരുന്നത്? അകർമ്മ സ്റ്റേജിൽ വരും, അല്ലെ? കർമ്മം, വികർമ്മം, അകർമ്മം. ഇതൊരിക്കലും നിങ്ങൾ വിട്ടുപോരുത്. വികർമ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്താണ് നിഷിദ്ധമായ കർമ്മങ്ങൾ? ഏതൊക്കെയാണ് നിഷിദ്ധമായ കർമ്മത്തിൽ വരുന്നത്?
മത്സ്യങ്ങളെ പിടിച്ച് തിന്നുക, കോഴിയെ വെട്ടി തിന്നുക, അല്ലെങ്കിൽ മാംസം അറുത്ത് തിന്നുക, ഇതൊക്കെ നിഷിദ്ധമായ കർമ്മങ്ങളിൽപ്പെട്ടാണ്. ഇപ്പൊ ഇവരെ പിടിക്കുന്ന കോഴി വളർത്തിയിട്ട് അതെല്ലാം നിഷിദ്ധമായ കർമ്മങ്ങളാണ് അല്ലെ. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ആരോ ഇതിനകത്ത് പറയുന്നത് കേട്ടു, ഈ മുക്കുവര് അല്ലെ, അവരെ കുലത്തൊഴിലാണ് മുക്കുവ ഈ അല്ലെ, അവര് മീൻ പിടിച്ചാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് എന്താ ഉള്ളത്? ഇത് വികർമ്മമാണ് അല്ലെ. അപ്പൊ അതിനകത്ത് ഗുരു മഹാരാജിനോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ഗ്രൂപ്പ് വന്ന് ചോദിച്ചു, മഹാരാജ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കർമ്മം അത് വികർമ്മ സ്റ്റേജ് അല്ലേ, നിഷിദ്ധമായ കർമ്മമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗുരു മഹാരാജ് പറഞ്ഞു കൊടുത്തു, ശരിയാണ്, നിങ്ങൾ ചെയ്യുന്നത് വികർമ്മ സ്റ്റേജ് ആണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ അവരുടെ ഉപജീവന മാർഗം നിർത്തിയിട്ട് വേറെ വേറെ തൊഴിലുകളിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ നമ്മൾ ആരും ആ വികർമ്മ സ്റ്റേജിലുള്ള കർമ്മം ചെയ്യരുത്. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. സമയത്തിൽ ഇപ്പൊ ന്യായമാകട്ടെ അന്യായമാകട്ടെ 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ന്യായമാകട്ടെ അന്യായമാകട്ടെ മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു കർമ്മ പ്രവർത്തനങ്ങൾക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 ഘടകങ്ങളില്ലേ, ഏതൊക്കെയാണ് 5 ഘടകങ്ങള്? അതായത് അധിഷ്ഠാനം, അതായത് ശരീരം, കർമ്മം ചെയ്യുന്ന ആള്, കാരണങ്ങള്, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങള്, പരമാത്മാവ്. ഈ 5 കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പുറകിൽ ഈ 5 കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇങ്ങനെ ന്യായമാവട്ടെ അന്യായമാവട്ടെ, നല്ലതാകട്ടെ ചീത്തയാവട്ടെ, മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യപ്പെടുന്ന ഏതൊരു പ്രവൃത്തിക്കും ഈ കാരണങ്ങൾ 5 ഘടകങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും വികർമ്മ സ്റ്റേജ് ചെയ്യണം. വികർമ്മ സ്റ്റേജ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഉറങ്ങുന്നത് പോലും ഭഗവാന്റെ സേവനത്തിൽ വരാനായിട്ടൊരു സർവീസ് ഉണ്ട്. ഏതാണെന്നറിയോ അത്? നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്നു, അടിച്ചു വാരുന്നു, പാത്രം കഴുകുന്നു, വൈകുന്നേരം നമ്മൾ സന്ധ്യ അടിക്കുന്നു അല്ലെ. എല്ലാ പ്രവൃത്തികളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഈവൻ ഉറങ്ങുന്നത് പോലും ഭഗവാന്റെ സേവനത്തിൽ വരാനായിട്ട് നിങ്ങൾ ഒരേ ഒരു തീരുമാനം എടുത്താൽ മതി. അറിയണം എന്താന്നുള്ളത്? ഉറങ്ങുമ്പോൾ എങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ വരും? ഉറങ്ങുന്നത് എങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ വരും? എങ്ങനെ വരിക? നമ്മൾ ഉറങ്ങുക, നമ്മൾ ഒരു ദിവസത്തെ റെസ്റ്റ് എടുക്കുന്ന ടൈം ഒന്നില്ല, ഉച്ച സമയത്ത് കുറച്ചു നേരം 1 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ടാവും, രാത്രി ഉറങ്ങുന്നവരുണ്ടാവും. ഈ ഉറങ്ങുന്ന സമയം എങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ വരുത്തുന്നത്? ഹരേ കൃഷ്ണ, പറയാ ആരെങ്കിലും ഒരാള്? ഒന്നും വേണ്ട, നമ്മൾ ഒരേ ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ഇന്ന് മുതൽ ഭഗവാനെ നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. എന്ത് സാധനം ഞാൻ കഴിച്ചാലും എന്താണ്? ഭഗവാനെ നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ, നമ്മൾ രാവിലെ എണീക്കുന്ന എന്തിനു വേണ്ടിയാ? ഭക്ഷണം പാചകം ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അടിച്ചു വാരുന്നു, പാത്രം കഴുകുന്നു, പച്ചക്കറികൾ നുറുക്കുന്നു, ഉണ്ടാക്കുന്നു, വൈകുന്നേരം തലേ ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു, പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങുന്നു, പയറുവർഗ്ഗങ്ങളെല്ലാം വാങ്ങി ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിൽ കാരണം എന്താ? പിറ്റേ ദിവസം ഈ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭഗവാനെ നേദിക്കാൻ പോകുന്നത് അല്ലെ. ഭഗവാനെ നേദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന ടൈം എന്താണ്? നാളത്തെ ഭഗവാന്റെ സേവനം വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് റെസ്റ്റ് എടുക്കുന്നു. അതെവിടെ വരും? എവിടെ വരും? ഭഗവാന്റെ സേവനത്തിൽ വരും. ആരെഴുതി വെക്കും? ചിത്രഗുപ്തൻ എഴുതി വെക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയം മുതല് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അടുക്കളയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അടിച്ചു വാരുന്നു, പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ തുണി കഴുകുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ പൂജാമുറി, ഇതെല്ലാം എവിടെ വരും? ഭഗവാന്റെ സേവനത്തിൽ വരും. ഭഗവാന്റെ സേവനത്തിൽ വരുമ്പോഴത്തായിരുന്നു അകർമ്മ സ്റ്റേജിൽ വരും നമ്മൾ അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ഇന്നൊരു തീരുമാനം എടുക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുള്ളൂ എന്നൊരു തീരുമാനം എടുത്തിട്ട്, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇനി ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതല് ഞാൻ ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമ്മൾ ഉറങ്ങുന്ന സമയം പോലും എവിടെ വരും? ഭഗവാന്റെ സേവനത്തിൽ വരും. ശരിയോ തെറ്റോ? എനിക്ക്
എന്റെ വീട്ടില് മിക്ക ദിവസം തേങ്ങ പൊട്ടിക്കുന്നുണ്ട്. തേങ്ങ പൊട്ടിക്കുമ്പോൾ എനിക്ക് തേങ്ങ വെള്ളം ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അമ്മോട് ഞാൻ പറഞ്ഞു ഇനി മുതൽ തേങ്ങ വെള്ളം കളയണ്ട, അത് ഭഗവാനെ നിവേദിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗ്ലാസ് വാങ്ങി ഭഗവാന് തേങ്ങ വെള്ളം സമർപ്പിക്കും. എന്നിട്ട് അത് കുടിക്കും ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഏത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ചെറുപയറ് പുഴുങ്ങിയ വെള്ളം എല്ലാവരും കളയും അല്ലെ? ഞാൻ കളയില്ല. ഞാൻ അത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഭഗവാനെ നിവേദിക്കും ചോറിന്റെ കൂട്ടത്തിൽ. അപ്പൊ ആ വെള്ളം നമ്മള് കുടിക്കുമ്പോ എന്തായി? അത് ഭഗവത് പ്രസാദമായി അല്ലെ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളത് ഭഗവാന് നിവേദിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ എന്തായി? അത് ഭഗവാന്റെ സേവനത്തിൽ വരുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയം വരെയും ഭഗവാന്റെ സേവനത്തിലാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ എന്റെ സീനിയറായ ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചിട്ട് പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ആക്ച്വലി ഞാനിന്ന് എന്റെ ക്ലാസ് ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് 11 മണിയായപ്പോഴാണ് അറിയാവുന്നത്, ഭഗവാനെ ഇന്ന് എന്റെ ക്ലാസ് ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മിസ്സിങ് വന്നു, ഒരു ഗ്യാപ്പ് വന്നു. അപ്പോ അങ്ങനെ ഇന്ന് അറിയില്ലായിരുന്നു ഇന്ന് എന്റെ ക്ലാസ് ആണെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് അവിടെ വന്ന് പറഞ്ഞ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു സംശയം ചോദിക്കേണ്ടത്, 3 എക്സാമ്പിൾസ് പ്രഭു പറഞ്ഞില്ല. വണ്ടി ചീത്താളും നല്ലതാണ്, വണ്ടി ഓടും. അതിന് മൂന്നാമത്തെ രണ്ടും നല്ല ആൾക്കാർ. അപ്പൊ 3 വഴികൾ അതിലുണ്ടാണ്. ഏതാ 3 വഴികൾ മനസ്സിലായി? 3 വഴികള്. അപ്പുറത്തൊരു വൈഷ്ണവനാണ് വന്നിരിക്കുന്നത്. പാലത്തില് ഒരു തെങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒറ്റ തടിക്കഷ്ണം ഉള്ളൂ പാലത്തില്, വേറെ ഒന്നുമില്ല. അപ്പൊ ആ തടിക്കഷ്ണത്തില് അപ്പുറത്തൊരു വൈഷ്ണവനാണ്, ഇപ്പുറത്തൊരു വൈഷ്ണവനാണ്. ശരി, അപ്പൊ ആ വൈഷ്ണവൻ എന്ത് വിചാരിക്കും? ഇപ്പുറത്തുള്ള അയാള് പോയിട്ട് ഞാൻ പോയിക്കോളാം, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, അപ്പൊ അദ്ദേഹം ആദ്യം പോയിക്കോട്ടെ, അദ്ദേഹത്തിന് വല്ല തിരക്കുണ്ടാവും, അദ്ദേഹം ആദ്യം പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങോട്ട് മാറും. അപ്പൊ അവിടെ ഒരു വഴിയായി, ഇദ്ദേഹം ഇങ്ങോട്ട് മാറുന്ന ഒരു വഴിയായില്ലേ? അദ്ദേഹം ഇങ്ങോട്ട് മാറി, അദ്ദേഹം പോയിക്കോട്ടെ എന്ന് ഇങ്ങോട്ട് മാറിയപ്പോ അവിടെ ഒരു വഴിയായി. ഇപ്പുറത്തുള്ള വൈഷ്ണവൻ എന്ത് വിചാരിക്കും? അദ്ദേഹം പോയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പൊ അവിടെ ഒരു വഴിയായില്ലേ? അദ്ദേഹം അങ്ങോട്ട് മാറി നിന്നില്ലേ? നടുക്കുള്ള വഴി ബ്ലാങ്ക്, അത് 3ാമത്തെ വഴി. അതാണ് നല്ലവനും നല്ലവനും നല്ലവനും. അപ്പൊ ഈ തെങ്ങില് രണ്ടുപേരും ചീത്തയാണെങ്കിലോ ഒറ്റ വഴിയുള്ളൂ. അപ്പുറത്തുള്ളവനും വിചാരിക്കും, അഹങ്കാരം കൊണ്ട് വിചാരിക്കും ഞാൻ പോയിട്ട് നീ പോയാ മതി എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്യും? പാലത്തിൽ കയറും. ഇപ്പുറത്തുള്ളവൻ എന്ത് വിചാരിക്കും? ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്ന് വിചാരിച്ച് ഇപ്പുറത്തുള്ളവനും കയറും. രണ്ടുപേരെ എവിടെ ചെന്ന് കൂട്ടിമുട്ടും? രണ്ടുപേർക്ക് ഒരു പാലത്തില് ഒരു മരക്കഷ്ണം മാത്രമേ ഉള്ളൂ, ഒരു തെങ്ങിന്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല, കൂട്ടിയിടിച്ച് താഴെ വീഴും. അപ്പൊ അതാണ് ഒറ്റ വഴി. ചീത്തവനും ഒറ്റ വഴി, നല്ലവനും 3 വഴി. ഈ 2 വൈഷ്ണവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. നടുക്കൊരു വഴി ബ്ലാങ്ക്, അതാണ് 3ാമത്തെ വഴി. മനസ്സിലായോ മാതാജി? മനസ്സിലായില്ല അല്ലേ? 5 ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ശരീരം, അതിന്റെ ഉദാഹരണ സഹിതം ഞാൻ വേറൊരു ദിവസം ഞാൻ മാതാജി പറഞ്ഞു തരാം. എന്റെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ആലോചിച്ചെടുക്കണം. അതായത് മനസ്സിലായി, ശരീരം, നമ്മൾ ശരീരസ്ഥനായ ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അല്ലെ? കത്തി എടുക്കണം, മുറിക്കണം, അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് നടക്കണം, ഉപ്പെടുക്കണം, മുളകെടുക്കണം, ഇതെല്ലാം നമ്മൾ ശരീരം ഉണ്ടെങ്കിൽ, കാല് കൈയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരമായി അത്, അല്ലെ? ശരീരം. പിന്നെ രണ്ടാമത് എന്താണ്? ആത്മാവ്. നമ്മുടെ ശരീരത്തിനുള്ളിലൊരു ആത്മാവുണ്ടല്ലോ, അല്ലെ? ഈ ആത്മാവുണ്ട് ശരീരത്തിനകത്ത്. ഈ ആത്മാവിന്റെ നിർദ്ദേശാനുസരിച്ച്, അല്ലെങ്കിൽ ആ ആത്മാവ് നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടും. നമ്മള് വൈഷ്ണവ രീതിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്, ആത്മാവിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആത്മാവിന്റെ കാര്യം ഇതുണ്ട്. പിന്നെന്താണ് 3ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഇന്ദ്രിയങ്ങള്, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഓരോ വിഷയങ്ങൾ. നമ്മൾ എന്തിനാ ഫാൻ മേടിക്കുന്നത്? വീട്ടിൽ ഫാൻ ഇല്ലേ മാതാജി? ഇങ്ങനെ ഫാൻ മേടിക്കുന്നത് നമ്മുടെ ത്വക്ക് നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ നമുക്ക് ഒരു കുളിർമ കിട്ടാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ അവിടെ പ്രയോഗിക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഫാൻ മേടിച്ച് വെക്കും നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആ ഇന്ദ്രിയ സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ടി വി കാണുന്ന ആൾക്കാർക്ക് നയനാനന്ദകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ടി വി വാങ്ങിച്ചു വെക്കും, അല്ലെ? ഇതൊക്കെ ഇന്ദ്രിയങ്ങളാൽ നൽകപ്പെടുന്ന, അതുപോലെ ചൂട് കൂടുമ്പോൾ AC വാങ്ങിച്ചു വെക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാണ്, അല്ലെ? പിന്നെ ഭഗവാന്റെ സേവനം, അല്ലെങ്കിൽ
ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പരമാത്മ രൂപത്തില് ഭഗവാൻ ഉള്ളതാണ്. അപ്പൊ ആ അഞ്ചു പേരാണ് നമ്മൾ ഏത് കർമ്മത്തിനും ഈ 5 കാരണങ്ങൾ അവിടെ വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു ക്ലാസ് ആയിരുന്നു. പ്രഭു പറഞ്ഞ പോലെ മാർഗദർശൻ കാണിച്ചു തരുന്നല്ലോ. അങ്ങനത്തെ പ്രഭു നമ്മൾ എപ്പോഴും നമുക്ക് മറക്കാനേ പറ്റില്ല. തീർച്ചയായിട്ടും അവൻ നല്ല. പിന്നെ ആക്ച്വലി എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഭഗവാന്റെ ഒരു സന്നിധി അവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യമൊന്നും നമുക്ക് അതിന് അറിയില്ല. പക്ഷെ ഇസ്കോൺ വന്ന ശേഷമാണ് നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുന്നതെന്നാണ് എനിക്ക്. ഹരേ കൃഷ്ണ. മാതാജി ഈ പറഞ്ഞ 3 വഴി മനസ്സിലായ മാതാജി? രാധശക്തി മാതാജി, 2 വൈഷ്ണവര് 2 പേര് അപ്പുറത്തുപ്പുറത്ത് നല്ലവരെ വന്ന് നിൽക്കുന്നേ. നടുക്കൊരു വഴി ഒറ്റ തടിയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു വഴി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പുറത്തുള്ള നല്ലവൻ വിചാരിക്കും അദ്ദേഹം പോയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പുറത്തുള്ള ആള് ഇത് തന്നെ വിചാരിക്കും. എന്ത് വിചാരിക്കും? അയാള് പോയിക്കോട്ടെ ആദ്യം, അതിനുശേഷം ഞാൻ പോയിക്കോളാം. അപ്പൊ 2 വഴിയായി. നടുക്കൊരു വഴി ഫ്രീ ആയി. ആരുമില്ല. അപ്പൊ മനസ്സിലായില്ലേ? അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയല്ലേ. അപ്പൊ ആർക്ക് വേണമെങ്കിലും പോകാലോ. അപ്പൊ അതാണ് 3 വഴി. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അധികമാണ് നല്ലവർക്ക്. മനസ്സിലായില്ലേ? മറ്റവർക്കൊക്കെ ഓരോരോ ഒറ്റ വഴികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ലവരായതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഭഗവാൻ 3 എണ്ണം തന്നിട്ടുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നല്ല വഴിയിൽ. ഓക്കെ. നല്ല ക്ലാസ് എടുത്ത പ്രസിദ്ധാനന്ദ പ്രഭുവിനും ഫാമിലിക്കും വേണ്ടി 3 പ്രാവശ്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. അതുപോലെ ഇന്നത്തെ ലൈഫ് പ്രോഗ്രാം സൺഡേ പ്രസാദം ടു ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡ് പേഷ്യന്റ് സ്പോൺസർഡ് ബൈ ശ്രീമതി വീണ ആൻഡ് ശ്രീ അജീഷ് എറണാകുളം on their son Rishikesh birthday. Case birthday എന്ന് വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രീമതി ദേവി സരോജ മാതാജി എറണാകുളം on her daughter അപർണ ഷെനോയ്സ് birthday. And Sunday Center പ്രസാദം വളരെ സ്പെഷ്യൽ ആണ്. ഏറ്റവും സീനിയർ ശ്രീ നാരായണ